ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടോ, കംപ്രഷൻ കേബിൾ അങ്ങ് പൊട്ടിപ്പോയി. അപ്പോൾ ഇതെങ്ങനെയാണ് മാറ്റേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും പുതിയതായിട്ടൊക്കെ ഓട്ടോ ഫീൽഡിലേക്ക് വന്നവർക്ക് പെട്ടെന്ന് ഇങ്ങനെ കംപ്രഷൻ കേബിളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ബേജാറുണ്ടാവും. പക്ഷേ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കേബിൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അത് കെട്ടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലൊരു PC ചിലപ്പം ഇതിലുണ്ടാവും. അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കേബിൾ ഊരിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഊരി വരുന്ന രീതിയിലായിരിക്കും ആ ഒരു റബ്ബറിൻ്റെ കഷ്ണം ഉണ്ടാവുക. അപ്പം അത് ഊരിയിട്ട് ഈ കേബിൾ ഇങ്ങോട്ട് ഊരിയെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഈ ചേസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് പൊട്ടിയിട്ടുള്ളത്. ഇത്രയും നീട്ടമല്ലേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഈ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെയാണ് പൊട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിൽ നിന്ന് ബാക്കി വലിച്ചെടുക്കാനുണ്ട്. അപ്പം ബാക്കിൽ ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ കംപ്രഷൻ കേബിൾ കേട്ടോ. അപ്പോൾ ഈ കംപ്രഷൻ കേബിൾ പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സ്പ്രിങ്ങൊക്കെ ഊരി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ സ്പ്രിങ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്പ്രിങ് ഒന്ന് മേടിച്ചിടണം, അല്ലെങ്കിൽ ഇത് റിട്ടേൺ വരാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഇവിടെ നമുക്ക് ഈ കേബിൾ ഊരിയെടുക്കാം. ഓക്കെ, ഇത് കണ്ടില്ലേ, കേബിൾ ഊരിക്കളഞ്ഞു. അപ്പോൾ നമുക്ക് ഈ കംപ്രഷൻ കേബിളിൻ്റെ ഔട്ടറിൽ കൂടെ കേബിൾ അങ്ങ് തള്ളി കൊടുക്കാം. അപ്പോൾ നമ്മൾ കേബിള് അപ്പുറത്തെത്തിയിട്ടുണ്ട്. നമ്മൾ ഊരിയ പോലെ തന്നെ ഈ ഒരു കട്ടിങ്ങിലേക്ക് ഇതിട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കേബിള് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതൊന്ന് ടൈറ്റായിട്ട് വലിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ ഗ്യാപ്പിൽ കൂടെ, ഈ കേബിളിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഈ കേബിളിന് ഇട്ടിട്ട് വലിക്കാം. കണ്ടില്ലേ, എന്നിട്ട് ഞാൻ ഈ കേബിൾ കെട്ടാനുള്ള ഗുബ്ബയും മേടിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ഇത് ഗുബ്ബയും പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കേബിൾ മേടിച്ച് വെക്കുമ്പോൾ ആ കേബിളിന് അതായത് ഗുബ്ബകളും കൂടെ മേടിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ചിലപ്പോൾ കേബിൾ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ ഗുബ്ബ കിട്ടാണ്ട് വരും. അപ്പോൾ ഇവിടെ വലിച്ച് ഈ ഗുബ്ബ ടൈറ്റാക്കി കൊടുക്കുക. സംഭവം തീർന്നു. ഓക്കെ, അത് മതി. ഓവർ ടൈറ്റ് പിടിക്കേണ്ട. ഓവർ ടൈറ്റ് പിടിച്ച് കഴിഞ്ഞാൽ കേബിൾ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇനി ഈ കേബിൾ ബാക്കി കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ കംപ്രഷൻ കേബിൾ കെട്ടിയിട്ടുണ്ട്. ഇത് ഓക്കെയാണ്, സംഗതി വർക്കിംഗ് ഓക്കെയാണ്. ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. കംപ്രഷൻ റിലീസ് ചെയ്യുമ്പോൾ വണ്ടി സ്റ്റാർട്ടാകുമെന്ന് നോക്കാം. ഓക്കെയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇത്ര സിമ്പിളായിട്ട് നമുക്ക് സ്വന്തം തന്നെ ഈ കംപ്രഷൻ കേബിൾ കെട്ടാവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.